യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേൾക്കുവാൻ നാം ഒരുങ്ങുന്നു. നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശനിയാഴ്ച ദിവസം ദൈവകരങ്ങളിൽ പൂർണ്ണമായി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാൻ ഈ ദിവസവും ഈ പ്രാർത്ഥനയും കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏതെല്ലാം വിഷയങ്ങളിലാണ് കൂടുതലായി മനോദുഃഖമുള്ളത്, സങ്കടമുള്ളത്, ആ വിഷയത്തെയെല്ലാം ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുക. നാളിതുവരെ നടത്തിയ, പരിപാലിച്ച നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് നാം പ്രാർത്ഥിച്ച് വചനം കേൾക്കുന്നത് ഈ ശനിയാഴ്ച ദിവസം ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിലെ ഒരു വാക്യമാണ്. ആ വാക്യം വായിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരായ നിങ്ങളോട് ഒരു കാര്യം പ്രാർത്ഥനയിൽ അറിയിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം അറിയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം അറിയുന്നുണ്ട്. ദൈവവചനം കേൾക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവത്തിനറിയാം. നമ്മുടെ വേദന ദൈവത്തിനറിയാം. സങ്കടങ്ങളെ ദൈവത്തിനറിയാം. ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ നല്ല തമ്പുരാൻ അറിയാം. ആ ഒരു നല്ല ബോധ്യത്തോടെ തന്നെ ഈ പ്രാർത്ഥന കേൾക്കാം, ഈ വചനം കേൾക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. ശദ്രഖ്, മേശക്, അബദ്നെഗോ എന്നീ 3 പേരും ബന്ധിതരായി ജ്വലിക്കുന്ന തീച്ചൂളയിൽ പതിച്ചു. അന്നത്തെ കാലത്തെ രാജാവ് ഇവരെ 3 പേരെയും എരിയുന്ന തീച്ചൂളയ്ക്കകത്തോട്ട് ഇട്ടു. നശിപ്പിക്കാൻ, ദഹിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ അതായിരുന്നു ഉദ്ദേശം. പക്ഷെ അവർ ആ പ്രതിസന്ധിയിൽ ആ തീച്ചൂളയിൽ വീണപ്പം തൊട്ടു താഴെ എഴുതിയിട്ടുണ്ട്, അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു. അസറിയ എഴുന്നേറ്റു നിന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവൻ്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. ചിന്തിക്കാൻ പോലും പറ്റില്ല. അലറിക്കാറി കൂകി ബഹളം വയ്ക്കേണ്ട, ജീവൻ രക്ഷാർത്ഥം നിലവിളിക്കേണ്ട സ്ഥാനത്ത് അവർ 3 പേരും ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു. എവിടെ പ്രാർത്ഥിച്ചു? എവിടെ നിന്ന് പ്രാർത്ഥിച്ചു? എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് പൊള്ളിക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ കിടക്കുമ്പോൾ, ജീവിതത്തെ തകർക്കുന്ന ചില വിഷയങ്ങൾ, ജീവിതത്തെ ഇല്ലാതാക്കുന്ന, പൊള്ളിക്കുന്ന ചില അനുഭവങ്ങൾ ഇന്നും മനുഷ്യർ അനുഭവിക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണമെന്നില്ല. നമ്മുടെ മനസ്സ് പ്രാർത്ഥനയിലേക്ക് ചിലപ്പോൾ തിരിയണമെന്നില്ല. നമുക്ക് ആ ഒരു ചിന്ത ലഭിക്കണമെന്നില്ല. നമുക്ക് പെട്ടെന്ന് ദേഷ്യമായിരിക്കും, സങ്കടമായിരിക്കും വരിക, ശപിക്കാനായിരിക്കും വരിക. എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും നമ്മുടെ നാവിലും മനസ്സിലൊക്കെ ചാടി വീഴുന്നത്. ഇവർ 3 പേരും പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥിച്ചു. ഞാൻ പറയുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, ജീവിതത്തിൽ തോറ്റു എന്ന് തോന്നുമ്പോൾ, തകർന്നു എന്ന് തോന്നുമ്പോൾ, പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, ഇനി എനിക്കൊരു ഭാവിയില്ല, ഇനി എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ ചില പ്രതിസന്ധികളുടെ പൊള്ളിക്കുന്ന അനുഭവത്തിൻ്റെ സമയത്ത് തോന്നുമ്പോൾ, ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ അന്നേരമൊക്കെ
ആ വിഷയത്തെയൊക്കെ പ്രാർത്ഥനയാലും സ്തുതിപ്പായൊക്കെ ദൈവത്തിലേക്ക് സമർപ്പിച്ചത് സത്യമാണെങ്കിൽ അപ്പുറത്ത് ദൈവം നിന്നെ അത്ഭുതകരമായി മാനിച്ചിരിക്കും. ആ സമയത്ത് തോറ്റുവെന്ന് തോന്നി, തകർന്നുവെന്ന് തോന്നി, പരാജയപ്പെട്ടുവെന്ന് തോന്നി, ഇനിയൊരു ജീവിതമില്ല, ഇനിയൊരു പ്രതീക്ഷയ്ക്ക് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് പ്രാർത്ഥനയും സ്തുതിയുമൊക്കെയായി ആ പ്രതിസന്ധികളുടെ നടുവിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത് സത്യമാണെങ്കിൽ, പ്രാർത്ഥിക്കാൻ അങ്ങനെ മനസ്സ് പ്രചോദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പ്രാർത്ഥിക്കാൻ സമയം മാറ്റിയിട്ടുണ്ടെങ്കിൽ സത്യമാണ്, അപ്പുറത്ത് മാനിക്കപ്പെട്ടിരിക്കും. അപ്പുറത്തൊരു അനുഗ്രഹത്തെ ദൈവം അനുഭവിക്കാൻ പാകത്തിന് ജീവിതത്തിൽ ഏൽപ്പിച്ചു തരും. പക്ഷേ പലർക്കും അത് കഴിയണമെന്നില്ല. ഈ 3 പേരെയും ദൈവം അപ്പുറത്ത് അനുഗ്രഹിച്ചുയർത്തിയെന്ന് എഴുതിയിട്ടുണ്ട്. ഇവരെ പദവി കൊടുത്തിവരെ ദൈവം അനുഗ്രഹിച്ചു എന്നാണ്. ദൈവം ഓരോ വിധത്തിൽ അവരെ സഹായിച്ചു എന്നാണ്. ഇന്നും പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പൊള്ളുന്ന തീക്കകത്താണ് നിങ്ങൾ നിൽക്കുന്നത്? ഏത് കാര്യത്തെയാണ് നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ ഒരു പൊള്ളുന്ന അനുഭവമായി, വേദനിക്കുന്ന ഒരു അനുഭവമായി നിൽക്കുന്നത്? നമുക്കൊട്ടും ആ സമയത്തൊന്നും പ്രാർത്ഥിക്കാനൊന്നും കഴിയില്ല. ദൈവത്തെ വിളിക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പ്രിയപ്പെട്ടവരെ, ചില പ്രതിസന്ധി സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, ഇല്ലെങ്കിൽ ഉറപ്പുവരുത്തണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 1-2 പേരെങ്കിലും ഉണ്ടെന്ന്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. കുറേ പണവും, കുറേ വീടും, കുറേ വാഹനവും, കുറേ ഫിക്സഡ് ഡിപ്പോസിറ്റും ഒന്നും മാത്രം പോരാ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 1-2 പേരെ കൂടി സമ്പാദിച്ചു വെക്കണം. അത് നന്നായി മനസ്സറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെയും അല്ല, പ്രാർത്ഥിക്കുന്ന 1-2 പേരെയും ജീവിതത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന 1-2 പേരെയെങ്കിലും ജീവിതത്തിൽ സമ്പാദിച്ചുകൂടി വച്ചേക്കണം. ഒന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. എല്ലായ്പ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. ചില സമയത്ത് ആഗ്രഹിച്ചാലും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ആഗ്രഹിച്ചാലും വചനം കേൾക്കാൻ കഴിയില്ല. ആഗ്രഹിച്ചാലും 1 മിനിറ്റ് ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. ആഗ്രഹിച്ചാലും പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് അങ്ങനെ പറ്റാതെ വരുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലർ വേണം. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരമുയർത്താൻ ഒരാളേലും വേണം. അതും ഒരു വലിയ സമ്പാദ്യമാണ്, അതൊരു സമ്പത്താണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ 3 ചെറുപ്പക്കാർ പ്രതിസന്ധിയുടെ തീച്ചൂളയ്ക്കകത്ത് ദൈവത്തെ ആരാധിച്ചെന്നും കീർത്തനം പാടിയെന്നും ദൈവത്തെ സ്തുതിച്ചുവെന്നും എല്ലാം എഴുതിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവരുടെ എല്ലാം ഈ പ്രാർത്ഥന നടന്നതുകൊണ്ട്, ആരാധനയുള്ളതുകൊണ്ട് അവർ ഒരു തീ പോലും സ്പർശിച്ചില്ല എന്ന് എഴുതിയിട്ടുണ്ട്. രാജാവ് അവർക്ക് ഉന്നത സ്ഥാനങ്ങൾ നൽകിയെന്നപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവനെ, വേദനിക്കുന്നവനെ ദൈവം അറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ശനിയാഴ്ച ദിവസം ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളുടെ നടുവിലാണോ? പ്രയാസങ്ങൾ വല്ലാതെ അലട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. മക്കളെ ഓർത്തോ, ജീവിത പങ്കാളിയെ ഓർത്ത്, ബിസിനസ്സിനെ ഓർത്ത്, ജോലിയെ ഓർത്ത്, വരുമാനത്തെ ഓർത്ത്, പിള്ളേരുടെ ഫീസ്, വിവാഹം, തലമുറകൾ, പല കാര്യങ്ങളെയും ഓർത്ത് വല്ലാതെ മനസ്സ് വേദനിക്കുന്നുണ്ടാകാം. മനസ്സ് തളർന്നു പോകുന്ന പോലെ തോന്നുന്നുണ്ടാകാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു കാര്യം ഇങ്ങനെയാണ്: വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മുഖം എവിടെയും വാടിപ്പോകാതിരിക്കട്ടെ. എവിടെയും കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി നിങ്ങൾ ഇരിക്കുന്നത് കാണാൻ ഇടവരാതിരിക്കട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നത് അറിയാൻ ഇടവരട്ടെ. നിങ്ങളെ ദൈവം ഉയർത്തുന്നത്, രക്ഷിക്കുന്നത് അറിയാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്ന്, സകല ഭാരങ്ങളിൽ നിന്ന്
ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. സന്തോഷമായിട്ട് പ്രാർത്ഥനയോടെ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഇന്നും ജീവിക്കുന്ന സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശനിയാഴ്ചയാണ്. അടുത്ത ശനിയാഴ്ച ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് തൊട്ട് ഒരമണിക്കൂർ എല്ലാ സിസ്റ്റേഴ്സിനും വേണ്ടി, സമർപ്പിതരായ സിസ്റ്റേഴ്സിനു വേണ്ടി അരമണിക്കൂർ ഓൺലൈനിൽ പ്രാർത്ഥനയുണ്ട്. ആഗ്രഹിക്കുന്നവർക്കത് പങ്കെടുക്കാം, പരസ്പരം ഇതിനെക്കുറിച്ച് അറിയിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സാഹചര്യം അനുകൂലമെങ്കിൽ ആ സമയം നിങ്ങൾക്കൊരനുഗ്രഹമാകട്ടെ. ഇന്ന് ഈ വചനത്തിലൂടെ ആശീർവദിക്കുമ്പോൾ രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം സകലതും ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങളൊക്കെ മാറിപ്പോകട്ടെ. കുടുംബം അനുഗ്രഹമാകട്ടെ. വീട് സുരക്ഷിതമായിരിക്കട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ. തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. പഠന മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വഭാവ രൂപീകരണം സംഭവിക്കട്ടെ. താമസിക്കാൻ നല്ല ഭവനവും, ഭക്ഷിക്കാൻ നല്ല ആഹാരവും, സഞ്ചരിക്കാൻ നല്ല വാഹനവും എല്ലാം സ്വർഗത്തിലെ ദൈവം അറിഞ്ഞ് നിങ്ങൾക്ക് തരട്ടെ. ദൈവത്തോടുള്ള ബന്ധം, പ്രാർത്ഥനാ ജീവിതം, വിശ്വാസം കുറെ കൂടി ആഴമുള്ളതാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും ഈ വചനങ്ങളൊക്കെ അയച്ചു കൊടുക്കണം, പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം. നാളെ ഞായറാഴ്ച ഒരുമിച്ച് കാണണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നാളെയും ഒരുമിച്ച് കാണുന്നത് വരെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.